അപ്പോൾ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫെയർ ആണ് ഇനി നോക്കാൻ പോകുന്നത്. തൊഴിൽ വാർത്തയിൽ ഈ ഡിസംബർ 2025 ഡിസംബർ 13 തൊഴിൽ വാർത്തയാണ്. ഇന്നത്തെ കറണ്ട് അഫെയർ ഒന്ന് വായിച്ചു നോക്കാം. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് തടയുക എന്ന ലക്ഷ്യത്തോടെ ഏത് നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ അടുത്തിടെ തീരുമാനിച്ചത്? കുനാർ നദിയിൽ. പാകിസ്ഥാനിലെ ജലമൊഴുക്ക് തടയുക എന്ന ലക്ഷ്യത്തോടെ ഏത് നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ തീരുമാനിച്ചത്? കുനാർ നദിയിൽ. കാബൂൾ നദിയുടെ പ്രധാന പോഷക നദിയാണ് കുനാർ. ഹിന്ദുക്കുഷ് മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പാകിസ്ഥാനിൽ ചിത്രാൽ എന്നാണ് കുനാർ അറിയപ്പെടുന്നത്. 480 കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന ഈ നദിയാണ് പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് കൃഷിക്കുള്ള ജലമെത്തിക്കുന്നത്. ഓക്കെ, കാബൂൾ നദിയുടെ പ്രധാന പോഷക നദിയാണ് കുനാർ. ഹിന്ദുക്കുഷ് മലനിരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പാകിസ്ഥാനിൽ ചിത്രാൽ എന്നാണ് അറിയപ്പെടുന്നത്. 480 കിലോമീറ്റർ ഉണ്ട്. പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ജലം ഈ കുനാർ നദിയിൽ നിന്നാണ്. അപ്പോൾ ആരാണ്? താലിബാൻ സർക്കാരാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരാണ് കുനാർ നദിയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നത്. 3 ദശകങ്ങൾക്ക് മുൻപ് നടന്ന ഏത് കൂട്ടക്കൊലയുടെ അന്വേഷണ റിപ്പോർട്ടാണ് 2025 നവംബർ 25 അസം മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്? നെല്ലി കൂട്ടക്കൊല. അനധികൃത കുടിയേറ്റത്തിനെതിരെ 1979-85 കാലത്തിൽ നടന്ന അസം പ്രക്ഷോഭത്തിനിടെ 1983 ഫെബ്രുവരി 18 ഒറ്റ രാത്രിയിലാണ് നെല്ലിയിലും സമീപത്തെ 11 ഗ്രാമങ്ങളിലുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കൊല ചെയ്യപ്പെട്ടത്. പ്രത്യേക സമുദായത്തിൽപ്പെട്ട 2000-നും 3000-നും ഇടയിൽ ആൾക്കാർ കൊല്ലപ്പെട്ടതാണ് അനൗദ്യോഗിക കണക്ക്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ടി.പി. തിവാരി 1984 മെയ്യിൽ സമർപ്പിച്ച റിപ്പോർട്ട് സാമൂഹ്യ സാഹചര്യങ്ങൾ പരിഗണിച്ച് പുറത്തുവിടേണ്ടതില്ലെന്ന മുൻ സർക്കാരുകളുടെ തീരുമാനമാണ് മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ തിരുത്തിയത്. ആസാം മുഖ്യമന്ത്രി. രാമായണം ഇതിവൃത്തമാക്കിയ മെഴുകു മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അയോധ്യയിൽ. രാമായണം ഇതിവൃത്തമാക്കിയ മെഴുകു മ്യൂസിയം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? അയോധ്യയിൽ സരയൂ നദീതീരത്ത്, യു.പിയിൽ. ഇതിഹാസത്തിലെ 50 കഥാപാത്രങ്ങളുടെ പ്രതിമ മെഴുകു മ്യൂസിയത്തിലുണ്ട്. ഇത്തരത്തിലെ ലോകത്തിലെ ആദ്യ മ്യൂസിയമാണിത്. അപ്പോൾ അത് കാണാനൊക്കെ നല്ല രസമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും ജോലിയൊക്കെ കിട്ടിയിട്ട് ഇതൊക്കെ പോയി കാണുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. അടുത്തത്, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ നേടിയ മലയാളികളാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ നേടിയ മലയാളികളാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ, മദ്രാസ് IIT, ഡോക്ടർ N. ജയൻ, VSSC. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം പ്രദീപ് തലാപ്പിൽ, ഡോക്ടർ N. ജയൻ. 24 പേർക്കാണ് 2025 രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ലഭിച്ചത്. 24 പേർക്ക്. 2023 സമ്മാന തുക ഒഴിവാക്കി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ എന്ന പേരിൽ പുനഃസംഘടിപ്പിച്ചത്. 2023 സമ്മാന തുക ഒഴിവാക്കി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ എന്ന പേരിൽ പുനഃസംഘടിപ്പിച്ചത്. 45 വയസ്സിന് താഴെയുള്ള ശാസ്ത്ര ഗവേഷകർക്കും വിജ്ഞാൻ യുവശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം 14 പേർക്ക്. 45 വയസ്സിന് താഴെയുള്ള ശാസ്ത്ര ഗവേഷകർക്കുള്ള വിജ്ഞാൻ യുവശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം 14 പേർക്ക് ലഭിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള വിജ്ഞാൻ രത്ന പുരസ്കാരം അടുത്തിടെ അന്തരിച്ച ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നർലിക്കറിന് മരണാന്തര ബഹുമതിയായും കൊടുത്തു. സമഗ്ര സംഭാവനയ്ക്കുള്ള വിജ്ഞാൻ രത്ന പുരസ്കാരം അടുത്തിടെ അന്തരിച്ച ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നർലിക്കറിന് മരണാന്തര ബഹുമതിയായും നൽകി. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഗതാഗത സർവീസാണ് ഭാരത് ടാക്സി. കേന്ദ്ര സഹകരണ മന്ത്രാലയവും ദേശീയ ഗവേണൻസ് ഡിവിഷനും സഹകരിച്ചാണ് ഈ സർവീസ് ആരംഭിക്കുക. ഡിസംബറോടെ രാജ്യത്തെ 20 നഗരങ്ങളിൽ സേവനം ലഭിക്കും.
ഭാരത് കേന്ദ്ര സഹകരണ മന്ത്രാലയം ദേശീയ ഗവേണൻസ് ഡിവിഷനും സഹകരിച്ചാണ് സർവീസ് ആരംഭിക്കുക. ഡിസംബറോടെ രാജ്യത്തെ 20 നഗരങ്ങളിൽ സേവനം ലഭിക്കും. ഡ്രൈവർമാരെ ഓഹരി ഉടമകളാക്കാൻ അനുവദിക്കുന്ന രാജ്യത്തെ ആദ്യ സഹകരണ ടാക്സി സംവിധാനം കൂടിയാണിത്. അപ്പോൾ എന്താണ്? ഡ്രൈവർമാരെ ഓഹരി ഉടമകളാക്കാൻ അനുവദിക്കുന്ന രാജ്യത്തെ ആദ്യ സഹകരണ ടാക്സി സംവിധാനം കൂടിയാണ്. ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൺത ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ആരാണ്? തായ്ലാൻഡാണ്. മോൺത ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ആരാണ്? തായ്ലാൻഡ്. മനോഹരമായ സുഗന്ധമുള്ള പുഷ്പം എന്നാണ് തായ് ഭാഷയിൽ ഇതിനർത്ഥം. കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ വിയോഗത്തിന്റെ എത്രാം വാർഷികമാണ്? 2025 ഒക്ടോബർ 27 50ാമത്. 1975 ഒക്ടോബർ 27 47ാം വയസ്സിലായിരുന്നു അന്ത്യം. 1975 ഒക്ടോബർ 27 47ാം വയസ്സിലായിരുന്നു അന്ത്യം. അടുത്തത്, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ ആസിയാനിലെ 11ാമതായി അംഗമായി ചേർന്ന് കിഴക്കൻ ടിമോർ ആണ് കേട്ടോ. ആസിയാനിലെ കിഴക്കൻ ടിമോർ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ 11ാമത്തെ അംഗമായി ചേർന്നത് കിഴക്കൻ ടിമോർ. 1967 ഓഗസ്റ്റ് 5-ന് 5 രാജ്യങ്ങളുമായി രൂപം കൊണ്ട കൂട്ടായ്മയാണ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ. ബ്രൂണൈ, ഇന്തോനേഷ്യ, മലേഷ്യ, ലാവോസ്, മ്യാൻമർ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലാൻഡ്, വിയറ്റ്നാം, കംബോഡിയ എന്നിവയാണ് മറ്റംഗങ്ങൾ. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാൻ കിഴക്കൻ ടിമോറാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ്? ബ്രൂണൈ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, മലേഷ്യ, ലാവോസ്, മ്യാൻമർ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലാൻഡ്, വിയറ്റ്നാം, കംബോഡിയ, പിന്നെ ഈ കിഴക്കൻ ടിമോറും. ഇത്രയാണ് ഉള്ളത്. നിലവിൽ അധ്യക്ഷ പദവി വഹിക്കുന്നത് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ എബ്രാഹിം. മലേഷ്യൻ പ്രധാനമന്ത്രി ആരാണ്? അൻവർ എബ്രാഹിം. ആസ്ഥാനം ജക്കാർത്ത. വൺ വിഷൻ വൈഡ് ഐഡന്റിറ്റി വൺ കമ്മ്യൂണിറ്റി എന്നതാണ് ആദ്യത്തെ. വൺ വിഷൻ വൺ ഐഡന്റിറ്റി വൺ കമ്മ്യൂണിറ്റി. അടുത്തത്, ജനാധിപത്യ നിയമത്തിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്ര പ്രദേശങ്ങളിൽ ഇപ്പോൾ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ പ്രവർത്തനം നടക്കുന്നത്? സെക്ഷൻ 21 പ്രകാരം. സെക്ഷൻ 21. ജനപ്രാതിനിധ്യ നിയമസഭകളിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇപ്പോൾ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനുള്ള പ്രവർത്തനം നടക്കുന്നതെന്ന് വെച്ചാൽ SIR. സെക്ഷൻ 21 പ്രകാരം. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR എന്നാണ് SIRന്റെ പൂർണ്ണരൂപം. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സൂ കേരളത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂരാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക് പാർക്ക് കൂടിയാണിത്. 336 ഏക്കറിൽ 80 ഇനങ്ങളിലായി 534 ജീവികളെ ഇവിടെ പാർപ്പിക്കാനാവും. 336 ഏക്കറിൽ 80 ഇനങ്ങളിലായി 534 ജീവികളെ ഇവിടെ പാർപ്പിക്കാനാവും. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരനാണ് സുനിൽ അമൃത്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററി ഓഫ് ബുക്കർ പ്രൈസ് സുനിൽ അമൃത്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 ഇയേഴ്സ് എന്ന കൃതിക്കാണ് അനുമതി കിട്ടിയിരിക്കുന്നത്. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്കർ പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരനാണ് സുനിൽ അമൃത്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 ഇയേഴ്സ്. മധ്യ ആഫ്രിക്കൻ രാജ്യമായ കാമറൂൺ വീണ്ടും അധികാരത്തിലെത്തിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് പോൾ ബിയ.